CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടത് എങ്ങനെയെന്ന് അറിയില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിനുള്ളത്. എങ്ങനെയാണ് ഈ കേസിലേക്ക് കടന്നു വന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. 3-4 വർഷം മുമ്പേ എനിക്ക് അനന്തകൃഷ്ണനെ അറിയാം. അനന്തകൃഷ്ണൻ്റെ വേറെ 2-3 കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അനന്തകൃഷ്ണൻ എറണാകുളത്ത് വന്ന് PSIയുടെ ഓഫീസ് ആരംഭിച്ച് ഒരു വില്ല വാടകയ്ക്ക് എടുത്ത് അനന്തകൃഷ്ണനും കുട്ടികളെന്ന് പറയുന്നത് ജോലിക്കാരാണ്, ഒന്നിച്ച് താമസിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഡം എനിക്കൊരു ഫ്ലാറ്റ് വേണം, കാരണം ഓഫീസിലെ സ്റ്റാഫും ഞാനും കൂടെ താമസിക്കുമ്പോൾ എനിക്കാകെ ഒരു ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞപ്പോൾ അശോകയിലുള്ള കെയർ ടേക്കർ രാജേഷിനെ വിളിച്ച്, രാജേഷ് അശോകയിൽ വല്ല ഫ്ലാറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇവിടെ അന്വേഷിച്ചിരുന്നു, ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ ചോദിച്ചപ്പോൾ രാജേഷ് ഒരു 6-1 അങ്ങനെ ഒരു ഫ്ലാറ്റ് പറഞ്ഞു. രാജേഷിനെ ഞാൻ പരിചയപ്പെടുന്നത് ആതിരയിൽ ജോലിയുള്ള ഒരാൾ വഴിയാണ്. ആ പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ ചോദിക്കുന്നത്. 6-1 എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് 24,000 രൂപ വാടകയോ അങ്ങനെ എന്തോ വാടകയ്ക്ക് ഉണ്ട് മാഡം എന്ന് പറഞ്ഞ് ഞാൻ അനന്തുവിനെ രാജേഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അനന്തു അവിടെ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു. തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്. അപ്പോൾ അനന്തു വൈകുന്നേരങ്ങളിൽ അനന്തു ഇടപെടുന്ന ഹോണ്ട, TVS അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം വരുമ്പോൾ അനന്തുവിൻ്റെ ഓഫീസിലിരുന്ന് അവരോട് ബിസിനസ് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ വെച്ചാണ് വൈകുന്നേരങ്ങളിൽ ബിസിനസ് സംസാരിക്കുന്നത്. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരാറുണ്ട്, അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വരാറുണ്ട്, അവരുടെ സീഡിൻ്റെ ആളുകൾ വരാറുണ്ട്, NGOs വരാറുണ്ട്, ബന്ധുക്കൾ വരാറുണ്ട്, അച്ഛനും അമ്മയും വരാറുണ്ട്. ഈ അനന്തുവിന്റെ വക്കീലായതിനു ശേഷമാണോ കൂടുതൽ അടുപ്പമാകുന്നത്, അതോ അതിന് മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, വക്കീലായതിനു ശേഷമാണ്. അനന്തുവിനെ പണ്ട് കൃഷ്ണകുമാർ എന്നൊരാൾ 40 ലക്ഷം രൂപ ചതിച്ചു. ആ 40 ലക്ഷം രൂപയുടെ കേസ് പറയുന്നതിന് വേണ്ടി അനന്തു എൻ്റെ അടുത്ത് വരികയായിരുന്നു. പ്രമീള ദേവി കോൺഗ്രസ്സിലിരുന്ന കാലത്ത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ അനന്തുവാണ് പ്രമീള ദേവിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നത്. വനിതാ കമ്മീഷൻ അംഗമായിരുന്ന കാലത്തല്ലേ? വനിതാ കമ്മീഷൻ അംഗമായിരുന്ന കാലത്ത് പ്രമീള ദേവിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അനന്തു ഉണ്ടായിരുന്നു. അനന്തു അത് പറഞ്ഞാണ് എന്നോട്, ഞാൻ ഇന്നുവരെ പ്രമീള ദേവിയെ കണ്ടിട്ടില്ല. അപ്പോൾ പ്രമീള ദേവിയുടെ സ്റ്റാഫാണ് എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പരിചയപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ആ കേസ് എടുക്കുന്നത്. കേസിൽ നിന്നുണ്ടായ പരിചയമാണ്. പിന്നെ ഈ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയായിട്ട് എങ്ങനെയാണ് മാറുന്നത്? അതെനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെയാണ് പ്രതിയാകുന്നത്? കക്ഷിക്ക് നിയമോപദേശം കൊടുക്കുന്നത് എൻ്റെ തൊഴിലിൻ്റെ ഭാഗമല്ലേ. ഞാൻ അവരുടെ ബിസിനസ്സുമായി ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ PSI ഗ്രാസ് റൂട്ട് ഇമ്പാക്റ്റ് ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ്, ഈ 2 വക്കീലാണ്, വേറെ ഒന്നിൻ്റെയും വക്കീലല്ല. NGO കോൺഫെഡറേഷന് വേറെ വക്കീലുണ്ട്, വേറെ ഒന്നിൻ്റെയും വക്കീലല്ല. ഈ സീഡുമായോ വേറെ ഏതെങ്കിലും സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? നോ, എനിക്കറിയാനേ. ഇപ്പോഴും സീഡിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ എനിക്ക് പറയാൻ കിട്ടില്ല. കാരണം ഞാൻ സീഡെന്ന് മാത്രമാണ് ഇവർ പറയുമ്പോൾ പറയാറ്. ആ കുട്ടികളോട് ഞാൻ പറയും, നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ സീഡെന്ന് എഴുതരുത്, ഫുള്ളായിട്ട് എഴുതണം എന്ന് പറയാറുണ്ട്. എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ സോഷ്യോ എക്കണോമിക് വരെ എനിക്കറിയുള്ളൂ, മറ്റേതറിയില്ല. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങൾ ആ ഫുൾ വേർഡ് എഴുതിക്കൊള്ളാം കേട്ടോ, ഞാൻ പറയണ പോലെ സീഡെന്ന് എഴുതിയേക്കല്ലേ എന്ന് പറയാറുണ്ട്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഏതോ ചാനലിൽ 24 24 ചാനലോ അവരാരോ വിളിച്ചു പറഞ്ഞു, മേഡം 7ാം പ്രതിയാണ് കണ്ണൂർ സ്റ്റേഷനിലെ ഏതോ FIRലെന്ന്. കണ്ണൂരത്തെ ഏതോ മോഹനം കൊടുത്ത കേസാണെന്ന്. ഞാൻ കണ്ട ആളാണോ കാണാത്ത ആളാണോ എനിക്കറിയില്ല. അല്ല, ഈ അനന്തകൃഷ്ണൻ്റെ മറ്റ് പദ്ധതികളുമായി ഒന്നും ഒരു സഹകരണവുമില്ല, ഈ നിയമോപദേശം കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ ഇല്ല. എനിക്ക് അറിയില്ല ഇവരുടെ പ്രോജക്റ്റ് ശരിക്ക്. എന്നോട് ഈ ഡീലേഴ്സ് വരുമ്പോൾ ഡീലേഴ്സുമായി വെക്കേണ്ട എഗ്രിമെൻറ്റ് ചോദിക്കാറുണ്ട്, ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില അസോസിയേഷനുകൾ വരും, അവരുമായുള്ള എഗ്രിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. NGOs ഒരു 75 NGOസിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്, അതെല്ലാം ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അനന്തകൃഷ്ണൻ നടത്തുന്ന ഒരു പദ്ധതികളെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ എനിക്ക് ഭാഗമാകേണ്ട സാഹചര്യമുണ്ടായിട്ടില്ല. പക്ഷേ ഈ കേസുകൾ ഇങ്ങനെ അനന്തുവിനെതിരെ വരാൻ സാധ്യതയുണ്ട് എന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ എന്നോട് ആദ്യമായി പറയുമ്പോഴാണ്, സബ് ഇൻസ്പെക്ടറാണ് എന്നെ ഇവരുടെ ബിസിനസ് കറക്റ്റ് പഠിപ്പിച്ച് തരുന്നത്. അനന്തകൃഷ്ണൻ തട്ടിപ്പുകാരനാണെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന് വേണ്ടി സംസാരിക്കാൻ ചെന്നിരുന്നു. അത് ഒക്ടോബർ 5 ആണെന്നാണ് എൻ്റെ ഓർമ്മ.
ഒക്ടോബർ 5-ാം തീയതി ഞാൻ ചെല്ലുമ്പോൾ സബ് ഇൻസ്പെക്ടറാണ് എന്നെ വിളിച്ചിരുത്തി ഇവരുടെ ബിസിനസ്സും ബാങ്കിൽ വന്ന സംഖ്യയുടെ കണക്കും പോയ കണക്കും ഒക്കെ പറഞ്ഞത്. എനിക്ക് അപ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അനുസരിച്ച് ഇത് മുമ്പോട്ട് പോകാൻ വിഷമമാണെന്നും ഇങ്ങനെയുള്ള പണമിടപാടുകൾ ബാങ്കിൽ നിന്ന് പോലീസ് ഓഫീസേഴ്സ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെന്നും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നും വേഗം ഉത്തരവാദപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് കേസ് തീർക്കാനുള്ള വഴി നോക്കണമെന്നും ഞാൻ ഉപദേശിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇവരുടെ ബിസിനസ് പഠിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ ബിസിനസ് എന്താണ്, സോഷ്യൽ ആക്ടിവിറ്റീസാണ്. നോക്കുമ്പോൾ മുഴുവൻ ഹോണ്ട കമ്പനി, TVS കമ്പനി, യമഹ മുതലായ കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്ന് ബിസിനസ് സംസാരിക്കുന്നു, കമ്മീഷൻ കൊടുക്കാമെന്ന് പറയുന്നു. അത് 18,000-ഓളം മോട്ടോർ ബൈക്കുകളെല്ലാം കൊടുക്കുമ്പോൾ 50% മാത്രം വളരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിൽ നിന്ന് വാങ്ങുന്നു. 100% കാശ് കമ്പനിക്ക് കൊടുക്കുന്നു, കമ്പനി കമ്മീഷൻ കൊടുക്കുന്നു, വാഹനം സ്ത്രീകൾക്ക് കിട്ടുന്നു. അപ്പോൾ 18,000 കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് ബൈക്ക് കിട്ടിയില്ലേ? അതാണ് ഞാൻ ചിന്തിച്ചത്. ഇത് ഏത് ഘട്ടത്തിലാണ് പിന്നെ ഈ മൂവാറ്റുപുഴ പോലീസ് പറയുമ്പോൾ മാത്രമാണോ അറിഞ്ഞത് ഇതിനകത്തൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന്? തട്ടിപ്പെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. അതിൽ മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ. അത് പോലീസ് കണ്ടുപിടിക്കേണ്ടി വരും. പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്, ഞാനല്ല. പിന്നെ CSR ഫണ്ട് കൊണ്ടുവന്ന് 50% ഇടുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. CSR ഫണ്ടിനെ കുറിച്ച് ഇപ്പോഴാണ് ഞാൻ ആഴത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പ്രോജക്റ്റുകൾ പരിശോധിച്ച് ഗുഡ് എൻട്രി കൊടുത്താൽ മാത്രമേ കമ്പനികൾ CSR ഫണ്ട് കൊടുക്കുകയുള്ളൂ. അതിന് ഒരു വർഷത്തെ പ്രോജക്റ്റ് ഭംഗിയായി നോക്കിയിട്ട് അടുത്ത വർഷം അവർ കൊടുക്കാൻ തയ്യാറാകും. അതിനുവേണ്ടി പല കമ്പനികളുമായും CSR ഫണ്ടിന് സംസാരിക്കുകയും കമ്പനികൾ NGOs മുഖാന്തരം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. 2 കമ്പനികളുടെ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടതാണ്. അവർ പറഞ്ഞത് അനന്തകൃഷ്ണൻ്റെ കമ്പനിക്ക് CSR ഫണ്ട് ഒരിക്കലും കിട്ടുകയില്ല. പക്ഷേ നാഷണൽ NGO കോൺഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 75ഓളം NGOസും CSR ഫണ്ട് കിട്ടിയിട്ടുള്ള 25ഓളം NGOസിനും ഇത് കൊടുക്കാൻ കഴിയും. അത് അവർ പ്രോജക്റ്റ് തയ്യാറാക്കി തരണം. അതിനുവേണ്ടിയാണ് 31-1-2 തീയതികളിൽ ഗോകുലം പാർക്കിൽ ഇവർ സമിറ്റ് വെച്ചതും NGOs എങ്ങനെയാണ് പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനായിട്ട് ആളുകൾ വരികയും ചെയ്തത്. ഡൽഹിയിൽ നിന്നാണ് ആളുകൾ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് തയ്യാറാക്കാൻ പഠിപ്പിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കെയർ ടേക്കർ, ഈ അനന്തുവിൻ്റെ ഫ്ലാറ്റിലെ കെയർ ടേക്കർ പറഞ്ഞത് മാഡം അവിടെ ചെല്ലാറുണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ. ഞാൻ ചെല്ലാറുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ. കാരണം ഇവിടെ എൻ്റെ ഓഫീസ് കണ്ടില്ലേ, ഇവിടെ കൂടി വന്നാൽ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ 5ഓ 6ഓ ആണ്. അതിൽ കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റില്ല. അവിടെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്കൊരു പാർട്ട് ടൈം സ്റ്റെനോഗ്രാഫറാണ് ഉള്ളത്. അവിടെ 4-5 കുട്ടികൾ കമ്പ്യൂട്ടറും വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഡിക്റ്റേഷൻ കൊടുക്കാനും ടൈപ്പ് ചെയ്യാനും പ്രിൻ്റ് എടുക്കാനും അവിടെ സൗകര്യമായതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ എന്തോ താക്കോലിൻ്റെ കാര്യമൊക്കെ ആരോ പറയുന്ന കേട്ടു. അവിടുത്തെ ഫ്ലാറ്റിൻ്റെ താക്കോൽ അവിടെ തന്നെ ഉണ്ടല്ലോ, കെയർ ടേക്കറുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് താക്കോൽ കൊടുത്തയക്കുന്നത് എന്തിനാ? എൻ്റെ വീട്ടിൽ താക്കോൽ സൂക്ഷിക്കേണ്ട ആവശ്യം എന്താ? ഉടമസ്ഥരും വാടകക്കാരനും തമ്മിലുള്ള കരാറിൽ വാടകക്കാരൻ്റെ താക്കോല് വാടകക്കാരൻ്റെ കയ്യിലാണെങ്കിൽ ഉടമസ്ഥൻ്റെ കയ്യിലോ കെയർ ടേക്കറുടെ കയ്യിലോ വേറെ താക്കോലുകൾ ഉണ്ടല്ലോ. ഇപ്പോഴും ഈ ഫ്ലാറ്റുകൾ മുഴുവൻ കെയർ ടേക്കറുടെ കസ്റ്റഡിയിലാണല്ലോ. കെയർ ടേക്കർ കളവ് പറഞ്ഞാണ് എന്ന് കരുതുന്നുണ്ടോ? കെയർ ടേക്കർ പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ചാനലിൽ പറയുന്ന കേട്ടു, എൻ്റെ വീട്ടിൽ നിന്ന് ബന്ധുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എൻ്റെ വീട്ടിൽ നിന്ന് ബന്ധുവിൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തു വിടേണ്ട ആവശ്യം എന്താ? കെയർ ടേക്കറുടെ ഉത്തരവാദിത്തമല്ലേ അവിടുത്തെ ഫ്ലാറ്റുകളുടെ താക്കോല് സൂക്ഷിക്കുക എന്നുള്ളത്. അതിൻ്റെ വാടകക്കാരൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ ഒഴിഞ്ഞ് വാങ്ങി വാടകക്കാരനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഉടമസ്ഥൻ്റേതല്ലേ? അവിടെയുള്ള ഫ്ലാറ്റുകളും കെയർ ടേക്കറും വാടകക്കാരനും തമ്മിൽ സംസാരിച്ച് താക്കോല് മേടിക്കേണ്ടതിൽ എൻ്റെ വീട്ടിൽ നിന്ന് താക്കോല് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആരുടെയോ സൃഷ്ടിയാണ്. അത് നുണയാണ്. കെയർ ടേക്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ ടേക്കർ അല്ലേ ഉത്തരവാദി. ഈ ഫ്ലാറ്റുകളുടെ താക്കോലുകൾ മുഴുവൻ കെയർ ടേക്കറുടെ കയ്യിലല്ലേ ഉണ്ടാകേണ്ടത്, ഉടമസ്ഥനല്ലേ സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഈ അനന്തുവിൻ്റെ അറസ്റ്റ് നടക്കും വരെ ഈ അനന്തു ബന്ധപ്പെട്ടിരുന്ന പദ്ധതികളിലൊക്കെ വിശ്വാസ്യത ഫീൽ ചെയ്തിരുന്നോ? അതെനിക്ക് കൃത്യമായി അറിയില്ലല്ലോ. ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല.
അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുമ്പോഴാണ് ഇവരുടെ ഇടപാടുകളിൽ ഇങ്ങനെ ഒരുപാട് പണം വന്നിട്ടുണ്ട്, പണം പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് സബ് ഇൻസ്പെക്ടറാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ റോൾ ഈ എഗ്രിമെൻറ്റുകൾ കൊടുക്കലാണ്. പിന്നെ ഞാൻ ചെയ്ത റോളെന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഇവരുടെ ഡിസ്കഷനിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്. ലെനോവ കമ്പനിയുടെയും TVS കമ്പനിയുടെ ആണോ എന്നൊരു സംശയമുണ്ട്. 2 ബഹുമാന്യ വ്യക്തികളോട് CSR ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി എന്ത് സഹായം NGOസിന് ചെയ്യാൻ കഴിയുമെന്ന് ഉണ്ടായ ഡിസ്കഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ട്. ഇനി ഈ തട്ടിപ്പ് പുറത്ത് വരും വരെ അനന്തകൃഷ്ണൻ തട്ടിപ്പുകാരനാണെന്ന് കരുതുന്നില്ല? ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല തട്ടിപ്പാണെന്ന്. 50% ഗുണഭോക്താക്കളിൽ നിന്നും വാങ്ങിച്ച് ബാക്കി 50% ജനറേറ്റ് ചെയ്ത് 18,000 ബൈക്ക്, 35,000 തയ്യൽ മെഷീനും 45,000 ലാപ്ടോപ്പും കിട്ടിയ ആളുകളും ഇവിടെ ഉണ്ടല്ലോ. അവർക്കത് നേട്ടമാണല്ലോ, തട്ടിപ്പല്ലല്ലോ. ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ സാവകാശം ചിലപ്പോൾ വേണ്ടി വന്നിട്ടുണ്ടാകും, CSR ഫണ്ടിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വഴി ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാവകാശം വന്നിട്ടുണ്ടാകും. എങ്ങനെയാണിത് തട്ടിപ്പാകുന്നത്? ആരെങ്കിലും ഗുണഭോക്താവ് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സീഡിനാണ്. സീഡ് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനന്തകൃഷ്ണൻ്റെ കമ്പനിക്കാണ്. അനന്തകൃഷ്ണൻ്റെ കമ്പനി നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ 75 യൂണിയനുകൾ അഫിലിയേറ്റ് ചെയ്തതാണ്. എല്ലാം ത്രൂ അക്കൗണ്ടാണ്, എല്ലാം സുതാര്യമാണ്. അപ്പോൾ തട്ടിപ്പ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ കുറേ ആളുകൾക്ക് കിട്ടിയതിനെക്കുറിച്ച് കൂടെ പോലീസ് അന്വേഷിക്കണ്ടേ? അവർക്ക് നേട്ടമാണല്ലോ. പോലീസ് ഇങ്ങോട്ട് പ്രതി ചേർത്ത കാര്യം പറഞ്ഞോ വിളിച്ച്? ഇല്ല, ഞാൻ ആദ്യമായി മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. എൻ്റെ മക്കൾ ഭയപ്പെടുന്നു. കണ്ണൂരല്ലേ അമ്മേ, കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമല്ലേ അമ്മേ, അമ്മ കോൺഗ്രസ്സുകാരിയല്ലേ, അമ്മയെ കൊന്നുകളയുമോ എന്നൊക്കെ എൻ്റെ മക്കൾ ഭയപ്പെടുന്നു. പാർട്ടി ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, പാർട്ടിക്കറിയാം ഞാൻ ഒരിക്കലും സത്യസന്ധമല്ലാതെ ഒരു കാര്യവും ചെയ്യില്ല എന്ന്. എന്നെ അങ്ങനെ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പറ്റില്ല എന്ന് പാർട്ടിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ ഇടപെട്ട, ഞാൻ നിയമോപദേശം കൊടുത്ത ഈ കേസിൽ പാർട്ടിയെ വലിച്ചിഴയ്ക്കാൻ പാടില്ല. എൻ്റെ പാർട്ടിക്ക് ഞാൻ മൂലം ക്ഷീണം വരാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കേസിൽ തട്ടിപ്പ് തെളിയും വരെ അനന്തകൃഷ്ണൻ തട്ടിപ്പുകാരനാണ് എന്ന് കരുതുന്നില്ല എന്ന പ്രതികരണമാണ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.